നമ്മളെ സീക്രട്ട് ചൂടോടുക്കനെ ഈ എണ്ണയിൽ ഇത്ര പോന്നൊരു കിഴിയിലാക്കിയിട്ട് അമ്മ ഈ എണ്ണയിൽ താഴ്ത്തുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിനി നാളികേരപ്പാൽ ഐഡിയാണ്. ഇത് എന്തിനാണ് ഈ എന്താ പറയാ നമ്മൾ ക്യാരറ്റ് ഓയില് എന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവൂലേ. അപ്പൊ നമ്മളുടെ മുഖം നന്നായിട്ട് ഗ്ലോ വെക്കാനും അതുപോലെ തന്നെ നമ്മൾ നല്ല ചർമ്മ സൗന്ദര്യത്തിനും കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ മക്കളെ നമ്മൾ ഇതിന്റെ മൂപ്പ് അറിയാൻ ഇപ്പൊ ഇത് കണ്ടല്ലോ ഒക്കെ നമ്മളെ ക്യാരറ്റ് പിന്നെ വിട്ട് വിട്ട് നിക്കണതാ കണ്ടല്ലോ. എന്റെ കയ്യിൽ കാണാണ്ടോ എന്താ ചൂടാ കുട്ടികളെ കണ്ടോ. നമ്മളെ എണ്ണയൊക്കെ കണ്ടോ എല്ലാരും കാണാൻ. അമ്മ മഞ്ഞളൊന്നും കൂട്ടിയിട്ടില്ല, ആരും ഇനി പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല പിഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറുമ്പോ ഒന്നും കൂടി ഇങ്ങനെ പിഴിഞ്ഞ് മുറുക്ക പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ ഇതില് അപ്പൊ നമ്മളുടെ മുഖം നന്നായി വെളുത്ത് തുടുക്കാൻ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുക എങ്ങനെയാന്ന് കൃത്യമായ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുക്കണ 2 ലിറ്റർ വെളിച്ചെണ്ണ. 2 ലിറ്റർ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ 2 കിലോ ക്യാരറ്റ്. അപ്പൊ ഇത് നമ്മൾ നന്നായി കഴുകി ഇങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അതിന്റെ തോല് നന്നായി കളയുക. കണ്ടോ, ഇങ്ങനെ തോല് പറ്റെടുക്കണം കേട്ടോ. ഇത്രയും തോല് കണ്ടോ. 2 കിലോ ക്യാരറ്റിൽ ഇങ്ങനെ മൂടും തലപ്പൊക്കെ നിങ്ങൾ ചെത്തി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തോലി കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മളിത് മഞ്ചിഷ്ട നമ്മൾ എന്താ പറയുക ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. മഞ്ചിഷ്ട ചതച്ചെടുത്തതാണിത്. ഇത് നമ്മളെ ഇരട്ടി മധുരം നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ അറിയില്ല, ഒക്കെ ചതഞ്ഞു കേട്ടോ. നമ്മൾ ചതച്ചതാണ് എല്ലാം. നമ്മൾ നന്നായിട്ട് ഒന്ന് നനയ്ക്കണം, എന്നാലേ ചതയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കുത്തി ചതച്ചെണ്ണാണ് കണ്ടോ മഞ്ചിഷ്ട ഇരട്ടി മധുരം. ഇതിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് 60 ഗ്രാം കണക്കില് 60 ഗ്രാം ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ എടുത്തോളൂ. പിന്നെ നമ്മൾ എടുക്കണത് ഒരു 5 തേങ്ങയുടെ പാല് 2 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക്. അപ്പൊ നമ്മള് വെള്ളമൊന്നും കൂട്ടരുത്. അപ്പൊ നമ്മള് കുറുന്നനുള്ള തമ്പാലാണ് കേട്ടോ ഇത് എടുത്തിരിക്കണത്, വെറും തമ്പാല്. അങ്ങനെ വെള്ളം കൂട്ടിയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ. അപ്പൊ തമ്പാല്. അപ്പൊ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ വലിയ കഷ്ണങ്ങൾ ഉണ്ട് തോന്നണവര് ഒന്ന് മിക്സിയിൽ നമുക്ക് ഒന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇതെങ്ങനെ പാകം ചെയ്യുക, അതിന്റെ കൃത്യമായിട്ട് മൂപ്പ് അതൊക്കെ കാണാട്ടോ. അപ്പൊ നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോവാം. ഞാനിന്ന് 2 ലിറ്റർ എണ്ണയാണ് എടുക്കണത്. അപ്പൊ നമ്മളൊരു 5 നാളികേരത്തിന്റെ പാല് തീർച്ചയായിട്ടും ഇതിന് എടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളം കൂട്ടിയിട്ടൊന്നും പിഴിയരുത്, ഒന്ന് ചൂടുവെള്ളം തളിക്കുക. എന്നിട്ട് നന്നായിട്ട് ഞെരടുക. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. എന്നിട്ട് നല്ല തോർത്തുണ്ടിലിട്ടിട്ട് അതിന്റെ തമ്പാല് മാത്രം എടുക്കുക. അത് നമ്മളെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ. നാളികേരപ്പാല് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ക്യാരറ്റിലും കൂടിയും കൂട്ടുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് എണ്ണ പാരിയാണ് കേട്ടോ. നമ്മള് 2 ലിറ്റർ എണ്ണയാണ് പാരുന്നത്. 2 ലിറ്ററിലേക്കുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിനി നാളികേരപ്പാൽ ഐഡിയാണ്. ഇത് എന്തിനാണ് ഈ എന്താ പറയാ നമ്മൾ ക്യാരറ്റ് ഓയില് എന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവൂലേ. അപ്പൊ നമ്മളുടെ മുഖം നന്നായിട്ട് ഗ്ലോ വെക്കാനും അതുപോലെ തന്നെ നമ്മൾ നല്ല ചർമ്മ സൗന്ദര്യത്തിനും കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ മഞ്ചിഷ്ട എന്നുള്ളതും ഇരട്ടി മധുരം എന്നുള്ളതും ആയുർവേദത്തിലെ ഏറ്റവും സൗന്ദര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എല്ലാ സൗന്ദര്യ ലേപനത്തിലും നമ്മൾ ഇങ്ങനത്തെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വെറും ക്യാരറ്റ് മാത്രം ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പൊ നമ്മള് കൂടെ ഈ 2 സാധനങ്ങളും പിന്നെ നാളികേരപ്പാൽ എല്ലാവരും ഒന്നും ചേർക്കണില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ നാളികേരപ്പാൽ ചേർത്തിയാൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ശരിക്കും ചിലവരൊക്കെ നമ്മളെ ഈ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കണത്. അപ്പൊ നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രമായിട്ട് നമുക്ക് വില ശരിയാവില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അല്ലാതെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ പാക്കറ്റ് വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയ ഒരു ഉപയോഗം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ
നമ്മളെ ക്യാരറ്റ് ഓയില് ചെറിയ കുട്ടി പ്രസവിച്ചിട്ടുള്ള 6-ാം മാസം മുതൽ അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞു കുട്ടിക്ക് മുതൽ കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അത് കുറച്ച് വലുതായിരുന്നു ഗ്രേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒന്നും കൂടി ആ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടു കേട്ടോ, കണ്ട. അപ്പൊ പൊടി പൊടിയായി അതിലേക്ക് ഇതിന്റെ സത്ത് മുഴുവനായിട്ടാണ്ട് ഇറങ്ങും. ഇത് നമ്മൾ തേക്കുമ്പോൾ നമ്മളെ കരിമൺകല്ലിയൊക്കെ നിത്യം നിങ്ങളിത് തേക്കാട്ടോ, ഡെയിലി തേക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് തേക്കാച്ചാ കുളിക്കണേന്റെ ഒരു 1/2 മണിക്കൂർ മുന്നെങ്കിലും ഇത് നന്നായി നിങ്ങൾ ശരീരം മുഴുവൻ, എന്താ പറയാ, മുഖം മുതൽ കാല് വരെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് തേക്കാം, ശരീരം മുഴുവൻ തേക്കാട്ടോ. എങ്കിൽ നല്ല നിറം വയ്ക്കും. അതുപോലെ കുഞ്ഞേ കുട്ടികളെ നമ്മള് ദിവസേന തേപ്പിച്ച് കുളിപ്പിക്കാട്ടോ. പക്ഷെ അവരെ നമ്മൾ എന്തുകൊണ്ടാ പയറുപൊടി കൊണ്ട് കഴുകി കളയാൻ ശ്രദ്ധിക്കുക. നമ്മളും കടലമാവോ എന്തെങ്കിലും കഴുകി കളയുക. പക്ഷെ ഇപ്പൊ കുളിമുറിയല്ലേ, അതുകൊണ്ട് ആർക്കും കടലമാവും ചെറുപയറും ഇഷ്ടാവില്ല അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, വല്ലാതെ ഇതില്ലാത്ത സോപ്പുണ്ടല്ലോ നമ്മളെ പിയേഴ്സ് ബേബി സോപ്പോ അങ്ങനെ എന്തെങ്കിലും തേക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാതെ പതള്ള സോപ്പ് തേക്കാതിരിക്കുക, എങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല. പിന്നെ അല്ല ഇപ്പൊ എല്ലാരും ഫേസ് വാഷ് കൊണ്ടല്ലേ മുഖം കഴുകണല്ലേ, അപ്പൊ മുഖമൊക്കെ നിങ്ങൾ ഫേസ് വാഷ് കൊണ്ട് കഴുകിക്കോളൂ കേട്ടോ. അപ്പൊ നല്ല ചർമ്മകാന്തി നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്താട്ടോ ഇതിന്റെ ഗുണം. നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനേ കല്യാണം കഴിഞ്ഞ വഴിക്ക് ഞാൻ കുറച്ച് നിറം കുറവായിരുന്നു, അപ്പൊ കളിയാക്കിയിരുന്നു ആൾക്കാരെ, കറുപ്പാണ് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞാൻ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞു തരികയാണ്. അച്ഛൻ വയനാട്ടിലൊക്കെ നിന്നിട്ട് അച്ഛന് എല്ലാം നല്ല അറിവാ. അപ്പൊ അന്നുണ്ട് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ അച്ഛൻ. അപ്പൊ എന്റെ മൂത്ത മോള് പ്രസവിച്ചപ്പോഴും അതും നല്ല കറുത്ത കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവളൊക്കെ വെളുത്തു, അവള് കറുപ്പില്ല. അപ്പൊ അവളെ കുഞ്ഞീതിൽ ഞാൻ ഇങ്ങനെ കടലമാവും പശുവും പാലും തേപ്പിക്കും. എണ്ണ ഇതായിരുന്നു കേട്ടോ, ക്യാരറ്റ് ഓയിലാണ് തേപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മളെ എണ്ണ നന്നായി തിളക്കട്ടെ കേട്ടോ, അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ പോണം. അപ്പൊ ഈ ക്യാരറ്റൊക്കെ നമുക്ക് അറിയാം, പിടിച്ചു നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മൂപ്പ് പറഞ്ഞു തരാം അറിയാത്തവർക്ക് കേട്ടോ. അപ്പൊ നമുക്കിത് ഇങ്ങനെ തിളച്ചിട്ടില്ല, ഇനിയും കണ്ടോ തിളച്ചിട്ടില്ല. നല്ല ചൂടാ മക്കളെ, മിറ്റത്തെ അടുപ്പിലൊന്നും ഉണ്ടാക്കാൻ വയ്യ. അതാണ് അടുക്കളയുടെ ഭാഗത്തുള്ള അടുപ്പിൽ കൊടുന്ന് ഉണ്ടാക്കുന്നത്, വെയിലായില്ലേ. അപ്പൊ ഇതെന്താ അമ്മയ്ക്ക് മാത്രം വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പൊ ഇത് വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ, അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരണ്ട കേട്ടോ. അപ്പൊ ഇത് കഴിയുമ്പോ വീണ്ടും ഉണ്ടാക്കാം. വലിയ ഇരുമ്പിന്റെ ചട്ടി ഇല്ലായല്ല കുട്ടികളെ, വെയില് കാരണം അമ്മ ഇവിടെ കൊടുന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മളിപ്പോ 2 ലിറ്റർ 2-2.5 ലിറ്ററോളം ഉണ്ട്, അത്രയും നമ്മളിപ്പോ കാച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നാളികേരപ്പാലും, നാളികേരം നമ്മളെ വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് നാളികേരപ്പാലൊക്കെ കൂട്ടി ഇങ്ങനത്തെ എണ്ണ കഴിയുമ്പോ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലേ. വേനൽക്കാലം കഴിയുന്നവരെ അങ്ങനെ മതി വിചാരിക്കുക. അപ്പൊ നമ്മൾ അകത്തായിട്ട് ഇങ്ങനെ, അപ്പൊ മിറ്റത്താണെങ്കിലും മക്കളെ നമ്മളെ എണ്ണ ക്യാരറ്റ് ഓയിൽ തിളച്ചു കിട്ടോ, കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ നാളികേരപ്പാല് ചേർക്കൊണ്ടേ കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പൊ നമ്മൾക്ക് കരിഞ്ഞാൽ മുഖത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണ തേക്കിയെന്ന് മാത്രമേ ഉള്ളൂ മക്കളെ, നമുക്കതിന് ഫലം കിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ മൂപ്പ് നല്ല കറക്റ്റ് ആവണം. അത് നമ്മളെ തലയിലേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മുഖത്തൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ കരിഞ്ഞാൽ വേറെ ഒന്നും അല്ല, ഫലം കിട്ടില്ല, വേറെ ദോഷങ്ങളൊന്നുമല്ല. നമ്മളിപ്പോ ഇത് എന്തിനാ തേക്കണേ, നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ നല്ല കളർ വെക്കും. ചിലവര് ഇതിൽ പച്ചമഞ്ഞൾ കൂട്ടുട്ടോ, അമ്മ ഇതിൽ പച്ചമഞ്ഞൾ കൂട്ടിയിട്ടില്ല, എല്ലാരും കേട്ടോളൂ. ചിലവർക്ക് പേടിയാണ്, മുഖത്തെ രോമങ്ങള് എവിടത്തെ തട്ടിയച്ച അവിടത്തേക്ക് രോമങ്ങൾ കൊഴിയോന്ന് പേടിയുണ്ട്. അത് കാരണം അമ്മ പച്ചമഞ്ഞൾ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ക്യാരറ്റ് ഓയിലിന്റെ മാത്രം കളറാണ് കേട്ടോ, നമ്മള് മഞ്ഞൾ കൂട്ടിയിട്ടില്ല. അപ്പൊ ധൈര്യമായിട്ട് തേക്കാട്ടോ. ഈ എണ്ണ നമ്മളെ ശരീരത്തിലെ ഡ്രസ്സിലൊക്കെ അയ്യാ കഴുകി അപ്പ പോവും, കറ പിടിക്കില്ല. മഞ്ഞൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കറ പിടിക്കും. അത് കാരണമാണ് അമ്മ മഞ്ഞൾ കൊണ്ടുവരാത്ത കേട്ടോ. നമ്മളോട് പച്ചമഞ്ഞൾ ഉണ്ട് പറിച്ചു കൊണ്ടുവരാനും ഒക്കെ, പക്ഷെ വേണച്ചിട്ട് അമ്മ കൂട്ടിയിട്ടില്ല. എങ്കിലും ഇതിൽ മഞ്ഞൾ കൂട്ടണം എന്ന് നിർബന്ധമില്ല കേട്ടോ, കളർ വെക്കാനേ. വെറും ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അതിന് നമ്മൾ മഞ്ചിഷ്ടിയും കൂട്ടി, ഇരട്ടി മധുരവും കൂട്ടി, നാളികേരപ്പാലും കൂട്ടി. ശരിക്കും ആൾക്കാര് വെളിച്ചെണ്ണയും ക്യാരറ്റും മാത്രമാണ് എണ്ണ ഉണ്ടാക്കുക. പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഗ്ലോ കിട്ടില്ല, നിറം വെക്കില്ല. ഇത് തുടർച്ചയായിട്ട് നമ്മൾ 1 മാസം തേച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റം. നമ്മളെ മുഖം നല്ല കണ്ണാടി പോലെ തിളങ്ങും, പിന്നെ തക്കാളി പോലെ നല്ല നല്ല നിറം വെക്കും കേട്ടോ. കാരണം നമ്മൾ നാളികേരപ്പാല് നല്ലതാണ് മുഖത്തിന്. ക്യാരറ്റ് കൂടെ പിന്നെ വെറും വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുക ഇതിലൊക്കെ അധികമാണ് റിസൾട്ട്. പക്ഷെ സാധിക്കില്ല മക്കളെ, വില താങ്ങില്ല നിങ്ങളെ കൊണ്ട് വാങ്ങാൻ. അപ്പൊ അതുകൊണ്ടാണ് അമ്മ പകുതി എണ്ണയും പകുതി നാളികേരപ്പാലും ചേർത്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ നമ്മ ഇത് മുമ്പ് പാകമായി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി നമ്മളേന്ന് വാങ്ങാൻ സാധിക്കാത്തവര് ഇത് വീട്ടില് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി തേക്കണം. എങ്ങനെയാണെന്നുള്ള ശരിക്കും കാണണം കേട്ടോ. അമ്മ തലയിലൊക്കെ കെട്ടിക്കണ്ട മക്കളെ. തലമുടിയൊന്നും എനിക്ക് കൊഴിയാൻ പാടില്ലല്ലോ, അത്രയും വൃത്തിയിൽ വേണ്ട. അമ്മക്ക് കേപ്പൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെന്താ, വെയിലും ഉണ്ട്, ചൂടും അല്ലേ, നമ്മുടെ കുളി കഴിഞ്ഞതല്ലേ, നീരിറങ്ങുമെന്ന് പേടിയുണ്ട്. അപ്പൊ അമ്മ തലയിൽ നല്ലൊരു തോർത്താണ് കെട്ടിയത്. അമ്മ തല തോർത്തണ തോർത്തുണ്ടാണ്. കളിയൊക്കെ ഇരുന്നിട്ട് ആരും അമ്മ ആരും കളിയാക്കില്ല എന്നറിയാം. നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നിരിക്കണവർ ഒരുപാട് പേരുണ്ട്. അമ്മയെ വിളിച്ച് സംസാരിക്കണവരുണ്ട്. അമ്മോടൊന്ന് സംസാരിച്ചപ്പോ മനസ്സിന് ധൈര്യം കിട്ടി, അങ്ങനെ പറയണവരുണ്ട്. കുറെ കുട്ടികൾ പറയുന്നുണ്ട് ഇനി അമ്മയെ ശിവഭഗവാന്റെ പറയണേന്നൊക്കെ. പറയാട്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ തിരക്കാ മക്കളെ. ഇപ്പൊ ഈ എണ്ണയുടെ ബിസിനസ്, നമ്മള് കാച്ചെണ്ണയുടെ ബിസിനസ് ഉണ്ട്, മുടി നന്നായി വളരാൻ. അത് വേണ്ടവരും വാട്സപ്പ് നമ്പർ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളെ രാജീവ് ബ്ലോഗ്സിലത്തെ എണ്ണകളൊക്കെ എല്ലാരും വാങ്ങി ഉപയോഗിച്ചോ. മുടി നന്നായി വളരട്ടെ, മുഖം നന്നായി തിളങ്ങട്ടെ. ഇപ്പൊ കറുപ്പിനെ കളിയാക്കല്ല കേട്ടോ, നമുക്ക് ഗ്ലോ കിട്ടുകയാണല്ലോ. അപ്പൊ നമുക്കൊരു ഇതല്ലേ, കറുത്തവര് കളിയാക്കല്ല കേട്ടോ അമ്മ. അപ്പൊ എല്ലാവരും അമ്മ കറുത്തിട്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇനി എന്താ അത് വേണ്ടേ. നമ്മുടെ കുട്ടി കറുത്തിട്ടായിരുന്നു, ഒക്കെ വെളുത്തുപ്പോ. അപ്പൊ അതുപോലെ ഇതൊക്കെ എല്ലാരും വാങ്ങി തേച്ചാൽ എല്ലാരും വെളുക്കൂട്ടോ. അപ്പൊ കുഞ്ഞു കുട്ടികളെ മുതൽക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് തേപ്പിക്കാം കേട്ടോ, ഒരു പേടിയില്ല. പിന്നെ എന്താ മക്കളെ, നമ്മള് ബദാം ഓയിലാണ്, അതുപോലെ ഒലിവ് ഓയിലാണ്, എന്തൊക്കെ ആൽമണ്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഓയിലുകളൊക്കെ ഇല്ലേ. അപ്പൊ നമ്മള് മനസ്സിലാക്കണം മക്കളെ, അതിലൊക്കെ കെമിക്കൽ കൂട്ടിയിട്ട് ഒറിജിനൽ ആണോ നമുക്കറിയില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ, വീട്ടിലത്തെ നാളികേരപ്പാല്, അതാണ് കുട്ടികളെ നമുക്ക് ഒറിജിനലായിട്ട് കണക്കാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മ വേറെ എണ്ണകളിൽ ഉണ്ടാക്കാത്ത കേട്ടോ. നമ്മളോട് ആട്ടിയ എണ്ണയിലാണ് അപ്പൊ ഈ ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ അമ്മയ്ക്ക് ധൈര്യമായിട്ട് ഇരിക്കാലോ, നാളികേരപ്പാലും ഒക്കെ ആകുമ്പോ. അപ്പൊ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ അതിൽ ഇത്തിരി പാരൊക്കെ ചെയ്യാം. പക്ഷെ എന്താണ് ഇതിലുള്ള എണ്ണയാണേ, എന്തൊക്കെ കെമിക്കലും കൃത്രിമാന്ന് നമ്മൾ കണ്ടറിയണ്ടേ കുട്ടികളെ, നമുക്ക് അറിയണില്ലല്ലോ കേട്ടോ. മക്കളെ, 2 ചോറിലും തോർത്തുണ്ടോ കെട്ടണം, ഒന്ന് വാങ്ങാനാണോ ഒന്ന് ഊറ്റാനാണ് കേട്ടോ. അപ്പൊ നമ്മളെ എണ്ണ റെഡിയായി, കഷ്ടി 2 മണിക്കൂറോളായി മക്കളെ. കണ്ടല്ലോ, ഇതിങ്ങനെ കരിയാനൊന്നും പാടില്ല. എല്ലാ സംഭവങ്ങളും നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വരണം കേട്ടോ. ഇതാണ് അതിന്റെ പാകം. കണ്ടോ, എല്ലാം ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോ തന്നെ കണ്ടോ ഇങ്ങനെ മുകളിലേക്ക് വന്നു. കണ്ടല്ലോ, പിടിക്കുമ്പോ ഒന്ന് പിരിയൂട്ടോ. അപ്പൊ നമ്മളെ കോഴിമുട്ട കൊത്തിപ്പൊരിച്ചതിനേക്കാളും ഒന്നും കൂടി ആവണം, തലയിലേക്ക് അല്ലാത്തതുകൊണ്ട് കേട്ടോ. അത് മുഖത്തേക്കുള്ളതല്ലേ. അപ്പൊ നമ്മൾ വല്ലാതെ മൂപ്പ് കമ്മിയായിട്ട് എടുത്താൽ ഒന്നുമില്ല, ദോഷം ഒന്നുമില്ല, കേട് വരും വേഗം, വേറൊരു കേടുമില്ല കേട്ടോ. അപ്പൊ അമ്മ ഇതാ വാങ്ങി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതാ വാങ്ങി വെച്ചു. അപ്പൊ എല്ലാവരും മൂപ്പ് മനസ്സിലാക്കുക. കണ്ടല്ലോ, എല്ലാ സാധനങ്ങളും മുകളിലേക്ക് വന്നു. കണ്ടോ, നമ്മളെ ഏത് മഞ്ചിഷ്ട, അതുപോലെ ഇരട്ടി മധുരം എല്ലാം മുകളിലേക്ക് എത്തിട്ടോ. പിന്നെ അടിയിലൊന്നും കിടക്കില്ല, അപ്പൊ അതത് അടങ്ങണം. കണ്ടല്ലോ, ഇതാണ് മൂപ്പ് കേട്ടോ. എല്ലാരും ഇപ്പൊ നോക്കിക്കോളൂ മക്കളെ. നമ്മള് ഇതിന്റെ മൂപ്പ് അറിയാൻ ഇപ്പൊ ഇത് കണ്ടല്ലോ, നമ്മളെ ക്യാരറ്റ് പിന്നെ വിട്ട് നിക്കണതാ. കണ്ടല്ലോ, എന്റെ കയ്യിൽ കാണാണ്ടോ, എന്താ ചൂടാ കുട്ടികളെ. കണ്ടോ, ക്യാരറ്റ് വിട്ട് നിക്കണത് കാണാണ്ടോ. ഇനി പിടിച്ചാ കണ്ടോട്ടോ, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒന്നാവും. കണ്ടോ, ഞെണിങ്ങിയിട്ട് കണ്ടോ, ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കും. നല്ല ഒരു പശപശപ്പിൽ നമുക്ക് കൽക്കൻ വേറെ അറിയാട്ടോ. ഇതാണ് ഇതിന്റെ മൂപ്പ്, വേറെ നിക്കില്ല. കണ്ടല്ലോ, എല്ലാരും ശ്രദ്ധിക്കുക. മൂപ്പ് നോക്കാതെ വാങ്ങി കാച്ചാൻ വയ്യാത്തവര് അമ്മോട് പറഞ്ഞു, അമ്മ ഉണ്ടാക്കി തരാട്ടോ. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ കണ്ടോ, എല്ലാവരും കാണാൻ. അമ്മ മഞ്ഞളൊന്നും കൂട്ടിയിട്ടില്ല, ആരും ഇനി പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ നല്ല പിഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ മുറുക്ക പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം തന്നെ ഊറ്റണം എല്ലാവരും. ചൂടാറിയിട്ട് ഊറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കരിക്കനിൽ മുഴുവനും എണ്ണ നിൽക്കും. ഇനി നമ്മൾ എങ്ങനെ പിഴിയാന്ന് കണ്ടോട്ടോ. 2 വടി എടുത്തിട്ടാ പിഴിയുക. അപ്പൊ അമ്മയുടെ അടുത്ത് കുറെ കുട്ടികൾ ഓർഡർ തന്നിട്ടുണ്ട്. അമ്മ വെറുതെ ഞാൻ വെളുത്തത് ഇങ്ങനെ ക്യാരറ്റ് ഓയിൽ തേച്ചിട്ടാന്ന് പറയുകൊണ്ടേ കുറെ കുട്ടികൾ അമ്മയെ അയ്യോ നക്കി ഒത്തിരി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് വാട്സാപ്പിൽ കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ഒരു 8-10 ഓർഡർ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അമ്മ കാച്ചണത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും ഓർഡർ എടുത്തോളൂ കേട്ടോ. അപ്പൊ നമ്മളെ മഞ്ചിഷ്ടടി ഇരട്ടി മധുരത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇനി നമ്മളൊരു സീക്രട്ട് ഇതിലിപ്പോ കൊടുന്നിടും കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സീക്രട്ട് എന്നുള്ളത്. അതിനിപ്പോ നമ്മള് ഈ ചുടുന്നതിന് തന്നെ അതിന്റെ വെണ്ണ പിഴിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് ഇടുന്നുള്ളൂ വെച്ചിട്ടാ.
നമ്മൾ ചുടുന്നനെ ഇങ്ങനെ തോർത്തിൽ വെച്ചിട്ടേ, പണ്ടൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ഒരു അരിപ്പുണ്ട് കേട്ടോ, അതിൽ വെച്ചിട്ട് നാളികേരം നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ വീട്ടിലുണ്ടാക്കുക. പണ്ട് ഗർഭിണികൾ 9ാം മാസത്തിൽ ഒരു 10 ദിവസം വെർജിൻ കോക്കനട്ട് ഓയിൽ കുടിക്കും കേട്ടോ. അപ്പോൾ വീട്ടിലെ അമ്മ എന്താ പറയുക, തെങ്ങിൻ്റെ അരിപ്പ് എടുത്തിട്ടാണ് അരിക്കുക, അങ്ങനെ തോർത്തിലല്ല. ഇപ്പൊ നമുക്ക് തെങ്ങിന്റെ അരിപ്പൊന്നും കയറി എടുത്തു തരാനൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് അതിനുള്ള അറിവുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈരഴ തോർത്തുണ്ട് ചോരാത്ത പുതിയത് വേണം കേട്ടോ, പഴത്തിലൊന്നും മരിക്കരുത്. അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ട് ഈ ചൂടുന്നനെ പറഞ്ഞ അപ്പൊ പൊട്ടും. അപ്പൊ ഇനി ഇങ്ങനെ എല്ലാവരും ഊറ്റണം കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ മൂപ്പൊക്കെ എല്ലാവർക്കും? ഇനി വീട്ടിൽ കാച്ചണോര് കാച്ചിക്കോ. ഇനി അമ്മ ഒരു സീക്രട്ട് 1-2 സാധനങ്ങളും കൂടി ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ചൂടോടുള്ള എണ്ണയിലേ പാടുള്ളൂ, അല്ലാതെ അടുപ്പത്ത് വെച്ചിടാൻ പാടില്ല. അങ്ങനത്തെ ചില സീക്രട്ടുകളാ. അപ്പൊ നിങ്ങളുടെ മുഖം നല്ല ഗ്ലോവും നല്ല സുഗന്ധമൊക്കെ കിട്ടാനേ കേട്ടോ. നമ്മളെ സീക്രട്ട് ചൂടോടുക്കനെ ഈ എണ്ണയിൽ ഇത്ര പോകുന്നൊരു കിഴിയിലാക്കിയിട്ട് അമ്മ ഈ എണ്ണയിൽ താഴ്ത്തുകയാണ് കേട്ടോ. അപ്പൊ അമ്മ ഇതിലിട്ട സീക്രട്ട് എന്താന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് അമ്മോട് പറയണം, അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു തരണ്ടേ. അപ്പൊ ഇനി ഒരു ചെറിയ കുട്ടി സീക്രട്ടും കൂടി അമ്മ ഇത് ചൂടറിയേണ്ട ശേഷം ഇതിലിടുന്നുണ്ട്. അതെന്തിനാ, നിങ്ങളെ മുഖം നന്നായി ചർമ്മം തിളങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കേണ്ട നമ്പർ ഒന്നും കൂടി പറയാണ്, 96 56 16 29 90 നമ്മുടെ വാട്സപ്പ് നമ്പർ കേട്ടോ. അപ്പൊ വേണ്ടവര് വിളിച്ചോളൂ കേട്ടോ. അപ്പൊ അമ്മ ഇനി ഉണ്ടാക്കി തരുന്നതായിരിക്കും ഇതേപോലെ തന്നെ. ഈ ഉണ്ടാക്കി വെച്ച എണ്ണ തന്നെയല്ലേ തരണമെന്ന് ആരും സംശയിക്കേണ്ട. ഇങ്ങനത്തെ എണ്ണ തന്നെ അമ്മ ഉണ്ടാക്കി തരും. കാരണം വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ല, എങ്കിലും പകുതി ആയിട്ടോ നമ്മൾ ആ എണ്ണ എടുക്കണത്. തോനെടുത്തിട്ടുണ്ട്, 5 നാളികേരത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ 2 ലിറ്ററിലേക്ക്. അപ്പോൾ എന്താ, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. കണ്ടോ, നമ്മൾ ക്യാരറ്റ് ഓയിൽ തേച്ച വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഞരമ്പ് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ടോ, കണ്ടല്ലോ എൻ്റെ ഈ കയ്യുമ്പിലത്തെ ഞരമ്പ് കണ്ടോ. അത് അങ്ങനെ നമ്മൾ ഞരമ്പ് എടുത്ത് പിടിച്ചതൊക്കെ കുറച്ച് ദിവസം നമ്മളിങ്ങനെ മസാജ് ചെയ്തത് നന്നായിട്ട് താഴും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇങ്ങനെ മസാജ് കൊടുക്കണം തോറും നിങ്ങൾക്ക് ഞരമ്പ് കാണൽ മാറും. കണ്ടല്ലോ, ഞരമ്പ് കാണുകയില്ലേ. കണ്ടോ, ഈ കൈ നോക്ക്, ഈ 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കണ്ടല്ലോ.